ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് അനുമോൾ ആ ഒരു ടാസ്ക് പരാജയപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അനുമോൾ വളരെ നല്ല രീതിയിൽ തന്നെ ടാസ്ക് പരാജയപ്പെട്ടിരിക്കുകയാണ്. വീട്ടുകാർ ജയിച്ചു. ഹൗസ്മേറ്റ്സ് എല്ലാവരും വളരെ ഗംഭീരമായി തന്നെ ഈ ഒരു ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയി തകർത്ത് അഭിനയിച്ച് അനുമോളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിച്ച് ഓവർ തിങ്ക് ചെയ്യിപ്പിച്ച് ഒരു ആൻസർ പറയിപ്പിച്ചു. പറഞ്ഞ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എല്ലാവരും മോശക്കാരിയാക്കി കാണുന്നു ബിഗ് ബോസ്, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ ബിഗ് ബോസ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അനുമോൾ റീസൺ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അതൊന്നും അല്ല, ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഇത്രയാണ്, നിന്നോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി ആശയവിനിമയം നടത്തരുത്, ഇത് മാത്രമാണ് ക്യൂ കാർഡിൽ പറഞ്ഞിരുന്നത്. അത് വെച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു ടാസ്ക് കളിച്ചത്. പക്ഷെ ഷാനവാസ് മാത്രം ഒരു ട്വിസ്റ്റ് കണ്ടുപിടിച്ചു കേട്ടോ. അത് ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചതാണ്. ഷാനവാസ് നല്ല മൈൻഡ് ഗെയിമറാണ്, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമല്ലോ, അതാണ് ഈ ടാസ്കിനകത്ത് ലൂപ്പ് ഹോള്. നമുക്ക് മുഖത്ത് നോക്കാം, പക്ഷെ സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റും. അതാണ് ഷാനവാസ് ചെയ്തത്. മുഖത്ത് നോക്കി അനുമോള് പറയുന്നത് കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മുഖം ഇങ്ങനെ മാറ്റി കണ്ണ് വെട്ടിച്ചിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പൊ അതൊരു ലൂപ്പ് ഹോളാണ്. അത് നല്ല രീതിയിൽ തന്നെ ഷാനവാസ് കണ്ടുപിടിച്ചു. നമ്മൾ ഷാനവാസിനെ എപ്പോഴും വിമർശിക്കുക മാത്രമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താ പിടിച്ചോ, ഒരു അഭിനന്ദനം ഇരിക്കട്ടെ, അപ്രിസിയേഷൻ ഇരിക്കട്ടെ ഷാനവാസിന്. ഷാനവാസ് മാത്രമല്ല കേട്ടോ, നൂറയും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നൂറ അനുമോൾക്ക് കൊടുത്ത ആ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, അനുമോൾ യക്ഷിയാണെന്നുള്ള അല്ലെങ്കിൽ പ്രേതമാണെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അനുമോളുടെ ഉള്ളിലേക്ക് നൂറയുടെ പെർഫോമൻസ് കൊണ്ട് നടപ്പിലായി. സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടപ്പിലായെന്നാണ് തോന്നുന്നത്. നൂറയുടെ അഭിനയം കിടുവായിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാവരും കളിക്കും കേട്ടോ. അനുമോളെ ആരും മൈൻഡ് ചെയ്തില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ ക്യാരക്ടർ പിടിച്ച് ടാസ്ക് തീരുന്നവരെ അവര് നിന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.